ിലേക്ക് പോകണം. നമ്മുടെ ആനപ്രേമിയായിട്ടുള്ള കാളിദാസ് വരുന്നുണ്ട്. കാളിദാസ് ഈ ഒരു രാമന്റെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആ ഒരു വരവ് അങ്ങ് ദൂരെ നിന്ന് വീക്ഷിച്ചു വരികയാണ്. ഞാൻ അടുത്തുപോയി കണ്ടു. കാളിദാസ് എന്തെന്നില്ലാത്തൊരു രോമാഞ്ചം. ഇതാ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ആ മരണമാസ എൻട്രി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പൂരമാണ് ലഹരി, ഉത്സവമാണ് ലഹരി, തൃശ്ശൂരിലെ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. MDMA അല്ല ലഹരി. രാമനും തൃശ്ശൂരിലെ പൂരവും ഈ കാഴ്ചകളും കുടമാറ്റവും ഇവിടെ നേരത്തെ ഇപ്പൊ പെരുവനം സതീഷ് മാരാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അടക്കം നടക്കുന്ന ഇലഞ്ഞിത്തറ മേളവും ഒക്കെയാണ് ഇത്തവണത്തെ എന്നല്ല എന്നത്തെയും ലഹരി. അത് ഈ നിമിഷത്തെ ഈ മണിക്കൂറിലെ താരം രാമനാണ്. അത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ MS ഇതിന്റെ ഇൻട്രോ വായിച്ച് അവിടെ റിയാസിന് അടുത്തുനിന്ന് കാണാൻ പറ്റിയല്ലോ. ഞാനിത് മുമ്പേ അടുത്തുനിന്ന് കണ്ടോണ്ട് ഞാന് പൊക്കത്ത് നമ്മുടെ മീഡിയക്കുള്ള ആ പൊക്കത്ത് പവലിയനിൽ നിന്ന് ദൂരെ ആ കാഴ്ച കാണും. രോമം അതാണ് എന്തൊരു കാഴ്ചയാണെന്നേ. അത് ഒന്നുമല്ല, അതെ ആ ഒരു രാമന്റെ ഒരു വരവ്, തലപ്പൊക്കത്തോടുകൂടിയുള്ള ഗജവീരൻ, ആ തലയുയർത്തിപ്പിടിച്ചുള്ള ആ നടപ്പ്, ആ അതിനെങ്ങനെ വർണ്ണിക്കണമെന്ന് പോലും പറയാൻ പറ്റാതെ ആ രാമന്റെ കഴുത്തിൽ അല്ലെങ്കിൽ ചുമലിൽ ഉള്ളത് വലിയൊരു പൊന്നാട അണിയിച്ചിരിക്കുന്നു ഇതിന്റെ സംഘാടകർ. ആ പൊന്നാട അണിയിച്ച് അതിന്റെ മുകളിലാണ് ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടം പേന്തിക്കൊണ്ട് ആ ശിരസ വഹിച്ചുകൊണ്ട് ശിരസേന്തിക്കൊണ്ട് കുറെ നേരമായിട്ട് നമ്മൾ ഈ രാമനെ കാത്തു നിൽക്കുമായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഓരോ ഘടകപൂരങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഒന്ന് വന്ന സമയത്ത് കുറെ പേര് അവിടുന്ന് താണ്ടി രാമൻ വരുന്നു. അപ്പൊ തൊട്ടടുത്ത് അപ്പൊ ഞാനിതെടുത്ത് ഇത് രാമനല്ലല്ലോ എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് തൊട്ടടുത്ത് പുള്ളി ഇത് രാമൻ കേട്ടോ, ഇത് രാമന് അതാണ് രാമന്റെ നടപ്പും എടുപ്പൊന്നുമല്ല. രാമനിലും തലപ്പൊക്കണ്ടല്ലോ. ഇത് രാമനൊന്നുമല്ല, രാമമരനുള്ളൂ. ഇത് ശങ്കരംകുളങ്ങര ചെമ്പൂക്കാവിന്റെ വേറൊരു കാര്യമുണ്ട്. ഇത് പിന്നെ നമ്മളിവിടെ നിൽക്കുമ്പോഴേ പൊരിവെയിലാണ്, ചൂടാണ്, വേർത്ത് കുളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആവേശം ഒരിക്കലും തണുക്കുന്നില്ല. കാരണം ഈ രാമൻ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനും ആലോചിച്ചതേ, ചൂട് നല്ലോണം ഉണ്ട്, നമ്മളെ ബാധിക്കുന്നുണ്ട് ചൂട്. പക്ഷെ നമ്മൾ ഈ ആവേശത്തിലായതുകൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ല. ആനകളെയും ബാധിക്കുന്നുണ്ട്. പക്ഷെ ആനകൾക്ക് കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എലിഫന്റ് സ്ക്വാഡ് കൃത്യമായിട്ട് പ്രത്യേകമുണ്ട്. അവർക്ക് ആവശ്യമായ കഴിഞ്ഞ ദിവസം സുനിലേട്ടൻ പറഞ്ഞായിരുന്നു. സുനിലേട്ടൻ കൃഷിക്കാരൻ കൂടിയാണ്, കർഷകൻ കൂടിയാണ്. അതെ, കർഷകൻ കൂടിയാണ്, മുൻ മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ വിളവെടുത്ത തണ്ണിമത്തനെല്ലാം ഇത്തവണ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗജവീരന്മാർക്കും കൂടാ ഓരോരുത്തർക്കും ഇത്ര കണക്കിന് തണ്ണിമത്തൻ എന്നുള്ള കണക്കുണ്ട്. കാരണം അത്രയും ചൂടാണ് അവർക്ക്. എത്ര മണിക്കൂറുകൾ ഇനി നിൽക്കാനുള്ളതാ. അതാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആൾക്കൂട്ടം അരികിലേക്ക് പോകാതിരിക്കാൻ പോലീസ് നന്നേ പാടുപെടുന്ന ഒരു പോലീസ് പാടുപെടുന്നു. ഇതേ രാമന്റെ കൂടെ ഈ രാമന്റെ ഇടതുഭാഗത്തുണ്ടായിരുന്ന ലിബർട്ടി ഉണ്ണിക്കുട്ടൻ പതിയെ മടങ്ങുകയാണ്. വലതുഭാഗത്തുണ്ടായിരുന്ന പറമേക്കാവ് കാശിനാഥനും പതിയെ മടങ്ങുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു മൈതാനത്തിന് ഒത്ത നടുവിലേക്ക് രാമൻ മാത്രമായി രാമൻ തന്റെ തട്ടകത്തിലേക്ക് മടങ്ങുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ആനയാണ്. പിന്നാലെ വരുന്നു മറ്റ് ഘടകപൂരങ്ങളുടെ ആനകളും, തിടമ്പേന്തിക്കൊണ്ട് മറ്റ് ഘടകപൂരങ്ങളുടെ ആനകളും പിന്നാലെയുണ്ട്. അത് കണ്ടാണ് പാറമേക്കാവ് നമ്മുടെ പാറമേക്കാവ് കാശിനാഥനും മടങ്ങി, ലിബർട്ടി ഉണ്ണിക്കുട്ടനും മടങ്ങി. ഇപ്പോൾ നമ്മുടെ രാമൻ മാത്രമത മൈതാനത്തിന് ആരാധകർക്ക് ഒത്ത നടുവിൽ അവിടെ നിൽക്കുകയാണ്. ആരാധകർ വിടുന്നില്ല. ആരാധകർ അവിടെ മൊബൈൽ ഫോണുകളും ഒക്കെ കയ്യിൽ ചുറ്റി ഇരിക്കുകയാണ്. രാമന് പിന്നാലെ മറ്റൊരു ആന വരുന്നുണ്ട്, ഒരു ഗജകേസരി വരുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും ശ്രദ്ധ രാമനിലേക്കാണ്. കാരണം എല്ലാം ഗജകേസരികളാണ്. പക്ഷെ തലപ്പൊക്കം അവനാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ എന്ന് റെക്കോർഡ് നേടിയ. അത് നമ്മുടെ പേരാമംഗലത്തുകാരനാണ്. പേരാമംഗലത്തിനാണ് വരുന്നത്. ഏറെക്കാലമായി തൃശ്ശൂർ പൂരത്തിന്റെ കഥകൾ ഒരുപാട് പറയാനുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ആവേശപാട് അവസാനിക്കുന്നില്ലതേ. രാമന് പിന്നാലെ വന്ന ആന പോലും അങ്ങോട്ടും മുന്നോട്ട് നീങ്ങി. പക്ഷെ രാമൻ എപ്പോഴും മുന്നോട്ട് നീങ്ങാനാവാത്ത വിധം ആരാധക പ്രവാഹം അവിടെ തടിച്ചുകൂടുന്നു. ഞാൻ നേരത്തെ ചോദിച്ചു, രാമൻ എന്ന സുമ്മാവാ. അതാണ് ആ രാമനാണ് ലഹരി എന്ന് പറഞ്ഞ് രാമന്റെ ലഹരി. നമ്മള് ഇവിടെ കാണുന്ന ഓരോരുത്തരും, നേരത്തെ ഞാൻ രണ്ടുപേരോട് സംസാരിച്ചപ്പോ അവര് കൊല്ലത്തുനിന്ന് വന്നിരിക്കുകയാണ്. എന്തിനാ? പൂരം കാണാനല്ല, രാമനെ കാണാൻ.
രാമനെ കാണാൻ കൊല്ലത്തുനിന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നു. ആ ഒരു ആവേശത്തിൽ അവർ പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. എന്റെ നോട്ടം ഇപ്പോഴും ക്യാമറ കണ്ണുകളിലേക്കല്ല, രാമനിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ്. രാമനെ നമ്മുടെ മറ്റു ക്യാമറകളിലൂടെ നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ രാമനെ ഇതേ മന്ദം മന്ദം നീങ്ങുകയാണ് തന്റെ തട്ടകത്തിലേക്ക്. പക്ഷെ രാമന് വഴിയൊരുക്കാൻ പോലീസ് നല്ല പാടുപെടുന്നുണ്ട്. പക്ഷെ കൃത്യമായ ഒരു സുരക്ഷാ സംവിധാനം എലഫന്റ് സ്ക്വാഡ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റൊരു ആശങ്കകളുമില്ല. മാത്രമല്ല രാമന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മള് മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ പറയുന്നതിനേക്കാളും ഗംഭീരമാണ്. അതായത് മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ കൈവീശി കഴിഞ്ഞാൽ ആരാധകരൊന്ന് ആർപ്പ് വിളിക്കും. രാമൻ തന്റെ ആരാധകരുടെ ആർപ്പ് വിളി കേട്ടപ്പോൾ അതേ തുമ്പിക്കൈ ഒന്ന് ഉയർത്തി, രണ്ടാമത് വീണ്ടും അടുത്ത സ്റ്റെപ്പ് വെച്ചു, 2 സ്റ്റെപ്പ് വെച്ചു, വീണ്ടും ആർപ്പ് വിളി വന്നു, വീണ്ടും തുമ്പിക്കൈ ഉയർത്തി. അങ്ങനെ ഇവിടെയൊക്കെ എത്തുന്നത് വരെ 5 തവണയാണ്, ഞാൻ എണ്ണി 5 തവണയാണ് തുമ്പിക്കൈ ഉയർത്തിയത്. രാമനെ ആ വലം വെച്ച് മന്ദം വലം വെച്ച് വരുന്നു, വീണ്ടും വീണ്ടും ആരാധകർക്ക് നടുവിലൂടെ വലം വെച്ച് വരുന്ന ഒരു കാഴ്ച. എന്തൊരു സുന്ദരമാണിത്. തൃശൂർ പൂരത്തിന്റെ ഏറ്റവും വലിയ ആനന്ദരങ്ങളിൽ ഒന്ന് ഇതാണ്. മറ്റൊന്ന് നേരത്തെ പെരുവനം സതീഷ് മാരാർ പറഞ്ഞ ഇലഞ്ഞിത്തറമേളം. ആ ഇലഞ്ഞിത്തറമേളം കാളിദാസ് നമ്മളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. എത്തിക്കും. നമ്മൾ എന്തായാലും ഇലഞ്ഞിത്തറമേളം നമ്മള് വളരെ സമഗ്രമായി തന്നെ നമുക്ക് എത്തിക്കണം. അതാണ് രാമന്റെ വരവൊക്കെ ഈ ഗജരാജ വിരാജിത മന്ദഗതി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതാണ് ഏറ്റവും മന്ദഗതിയിൽ തന്റെ ആരാധകർക്കിടയിലൂടെ ആദ്യം മുന്നോട്ട് നീങ്ങിയ രാമൻ പതിയെ തിരിഞ്ഞു വന്ന് ഇപ്പോഴത്തെ വടക്കുന്നാഥന് നേരെ അഭിമുഖമായി, ഇവിടെ ഈ തെക്കേ ഗോപുര നടക്ക് നേരെ അഭിമുഖമായി രാമൻ നിൽക്കുകയാണ്. തന്റെ ആരാധകർക്കിടയിലൂടെ ആ വാദ്യമേളങ്ങൾക്ക് നടുവിലായി, ആ ഉയർത്തിപ്പിടിച്ച മൊബൈൽ ഫോണുകൾക്ക് നടുവിലായി ആരാധകരുടെ ചുറ്റിലുമായി രാമൻ നിൽക്കുന്നു. ഞാനാടാ ഇവിടെ രാജാവ്, അതെ ഗജവീരന്മാരിലെ രാജാവ് ഞാനാണ്, ഗജരാജൻ ഞാനാണ് എന്ന് രാമൻ പറയാതെ പറയുന്നു. തന്റെ പെർഫോമൻസിലൂടെ, തന്റെ പ്രകടനത്തിലൂടെ പറയുകയാണ് രാമൻ. ആ രാമന്റെ ഗംഭീരമായ ഒരു പ്രകടനമാണ് പതിയെ മന്ദം ഇരു ചെവികളും ആട്ടിക്കൊണ്ട് കാണുന്നത്. അല്ലേ കാളിദാസ്? തീർച്ചയായും. എന്തായാലും എന്താണെന്നറിയോ, ഇതിന്റെ ഇപ്പൊ നമുക്ക് ഇത് കുറച്ചും കൂടെ ആധികാരികമായിട്ട് ചില ആനപ്രേമികളോടൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയാം. ഇവിടെ ഈ തൃശ്ശൂര് ആനസ്വാമി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ പേര് ശേഷാദ്രി എന്ന. പുള്ളിയോടൊക്കെ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിച്ചാൽ പുള്ളി ഇതിന്റെ കൃത്യം ഒരു ഘടനയ്ക്കനുസരിച്ച് എത്ര പ്രായമുണ്ട്, ഇപ്പോൾ എത്രയാണ് ഈ നമ്മുടെ ഈ മതഗിരി എന്ന ഈ നമ്മുടെ ഈ ആനയുടെ ഈ സൈഡിലായിട്ടുള്ള ഈ ഇതിൽ പറയുന്ന, കാരണം ഈ ചെവിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങോട്ടൊക്കെ അതിങ്ങനെ തൂങ്ങിക്കിടക്കുവാണ്. ഈ മുറം പോലെ എന്നൊക്കെ നമ്മൾ പണ്ട് കവിതയിലൊക്കെ നമ്മൾ ചെവി മുറം പോലെ. പക്ഷേ മുറത്തെക്കാളും കൂടുതൽ ഈ മുറം പോലെ ഇരിക്കുന്ന ആ ഷേപ്പിന്റെ അറ്റത്ത് ഇത് ഭയങ്കരമായിട്ട് ലൂസായിട്ട് ഇത് തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. ഒന്നാമത്തെ ആനയ്ക്ക് വേർപ്പ് ഗ്രന്ഥി ഇല്ലല്ലോ. നമ്മളെ പോലെ വേർത്ത് പോകാനാണെങ്കിൽ എളുപ്പമാണ്, പക്ഷെ അവർക്ക് ഈ വേർപ്പ് ഗ്രന്ഥി ഇല്ല. അപ്പൊ ഇതിനൊക്കെ കൂടുതൽ സഹായിക്കുന്ന അതാണ്. അതോടൊപ്പം തന്നെ ഈ അതിന്റെ ഈ തുമ്പി ചോദിച്ചാൽ ഈ ലക്ഷണമൊത്ത ആനയുടെ തുമ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടിയിൽ ഇങ്ങനെ പിണഞ്ഞങ്ങ് കിടക്കും. നിലം കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കും. തുമ്പി അത് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പ്രത്യേകത. കാരണം ഇങ്ങനെ നിന്നാലും നേരെ നിന്ന് തലയൊന്ന് പൊക്കി നിന്നാലും തുമ്പിക്കൈ പിന്നെ ബാക്കി ഒരുപക്ഷെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ഒരിക്കൽ കൂടി ആ തുമ്പിക്കൈ ഉയർത്താനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതേ ഒരു ആരാധകൻ നമുക്ക് കാണാം അവിടെ ഒരു മറ്റൊരാളുടെ തോളിലേറി ഒരു ആവേശം താളത്തിനനുസരിച്ച് ആവേശഭരിതനാകുന്ന ഒരു കാഴ്ച, മേളക്കൊഴുപ്പിന്റെ അതിനനുസരിച്ച് ആവേശഭരിതനാകുന്ന കാഴ്ച. പിന്നാലെ വരുന്നവർ കൈ ഉയർത്തി താളം പിടിക്കുന്നു. രാമ ഒന്നിങ്ങോട്ട് നോക്കിയേ, ഞങ്ങൾ എത്തികെട്ടോ, ഈ പൂരത്തെ നീ ധന്യമാക്കി രാമ എന്ന് പറയുന്ന വിധത്തിലേക്ക് ആളുകൾ അവിടെ കേരളമായി തന്നെ നിൽക്കുന്നു എന്ന ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച. ഇതാണ് പൂരത്തിന്റെ ലഹരി. ഒരു MDMAക്കും തരാൻ പറ്റാത്ത ലഹരി ഇതാണ്. പൂരമാണ് ഇത്തരത്തിലുള്ള മേളമാണ് ലഹരി, കലയാണ്, ഉത്സവമാണ് ലഹരി, അല്ലാതെ MDMA അല്ല മക്കളെ ലഹരി. അതുകൊണ്ട് ഇന്നലെ വേടൻ പറഞ്ഞു, ഇത് നിങ്ങള് എന്നാൽ ഇൻഫ്ലുവൻസ് ആയിക്കോളൂ, പക്ഷെ എന്റെ തെറ്റായ ഒരു കാര്യം ഇൻഫ്ലുവൻസ് ആവരുത്. ഈ വേടൻ, ഈ റാപ്പർ വേടൻ പറയുന്ന രാഷ്ട്രീയത്തോടൊക്കെ ആയിക്കോളൂ, അല്ലാതെ അതൊക്കെ വേണമെങ്കിൽ ലഹരിയായിട്ട് ഉൾക്കൊണ്ട്. എനിക്ക് പറ്റിപ്പോയൊരു തെറ്റുണ്ട്, ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഇൻഫ്ലുവൻസ്ഡ് ആവരുത്. ഇത്തരത്തിലുള്ള ഈ പൂരത്തിലേക്കും മേളത്തിലേക്കുമൊക്കെ മാറ്റുക നമ്മുടെ ലഹരി എന്ന് പറയുന്നത്. കാരണം ഇതൊരു ലഹരിയായിട്ട് നമ്മുടെ സിരകളിലേക്ക് ഇങ്ങനെ പടർന്ന് കയറുകയാണെന്നേ. അത് ഭയങ്കര ലഹരിയാണ് റിയാസ്. കാരണം എന്താ പറയുക, ഇപ്പം ഈ അവിടെ മേളം അങ്ങനെ കൊഴുക്കാണ്. അതെ,
ഒരു അമ്മയുണ്ട്. ആ അമ്മ ഇങ്ങനെ താളം പിടിക്കുകയാണ്. ഞാൻ ആ അമ്മയുടെ അരികിലേക്കൊന്ന് പോട്ടെ. അവര് രാമനെ കാണാൻ വന്നതാണോ? രാമനെ കണ്ടോ? തെച്ചിക്കോട്ടുകാവ് രാമനെ കണ്ടോ? അല്ലേ? ദേ അതാണ്, ആ കാണുന്നതാണ് ആന. പൂരം കാണാൻ വന്നാണ്. എവിടെയാ? എന്റെ വീട്ടിൽ കൊച്ചിന് തൃശ്ശൂരാണ്. എന്താ പേര്? ഇവിടെ ക്ഷേത്രത്തിൽ പോയി തൊഴുതു. എന്തായാലും പൂരം കാണുക, ഈ പൂരത്തിന്റെ ആവേശത്തിൽ അലിയുക കേട്ടാ. അപ്പോ അവര് പൂരം കണ്ട് പതിയെ മടങ്ങുന്ന ഒരാളാണ്. അവർ രാമനെ കണ്ടിരുന്നില്ല, പക്ഷെ നമ്മൾ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ രാമന്റെ ചുറ്റും ഇതാ ആരാധകരുടെ വലിയൊരു പ്രവാഹം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ കാഴ്ച കാണാൻ തന്നെ എന്തൊരു രസമാണല്ലേ കാളിദാസ്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അതെ, തീർച്ചയായും. എന്തായാലും ആ ഒരു മേളക്കൊഴുപ്പിലേക്കൊക്കെ മെല്ലെ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഘടകങ്ങൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റ് ഘടക രാമൻ ഇങ്ങോട്ടേക്ക് വരികയാണ്. വീണ്ടും വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നടക്ക് അഭിമുഖമായി രാമൻ വരുന്നു. രാമ, നീ എങ്ങോട്ടാണ്? നീ മുന്നോട്ടാണ്. അത് ആ മുന്നോട്ട് രാമൻ ഗമിക്കുമ്പോൾ പിൻപേ ഗമിക്കുന്നു ഓരോ ആരാധക വൃന്ദവും എന്ന് പറയുന്നത് പോലെ വളരെ മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണല്ലേ? അതെ, തീർച്ചയായും. എന്തായാലും ആ തിരിച്ചിനി മടങ്ങി വരുന്നു. ഇനിയിപ്പോൾ രാമന് കാര്യമായ ഉത്തരവാദിത്തങ്ങളില്ല. ഇനിയിപ്പം പ്രധാന കുടമാറ്റത്തിലൊന്നും രാമൻ പങ്കെടുക്കുന്നില്ല. ഈ ഒരു പക്ഷെ കുടമാറ്റത്തെക്കാൾ ആളുകളുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് ആരാധക വൃന്ദം. ഇത്രയും ജനസഹസ്രങ്ങളാണ്, ഒരുപക്ഷെ 10,000 ഇവിടെ തടിച്ചുകൂടിയത്. അതെ, തിരിച്ച് രാമന്റെ കൂടെ തന്നെ ഈ ആരാധകരും രാമനൊപ്പം അനുഗമിക്കുകയാണ്. ചെമ്പൂക്കാവ് രാമനണിയിച്ച ഇത് നമുക്ക് കാണാൻ കഴിയും. രാമന്റെ കഴുത്തിൽ ഒരു പൊന്നാട നമുക്ക് കാണാൻ കഴിയും രാമന്റെ കഴുത്തിൽ. പക്ഷെ ആരാധകരെ അതെ കണ്ടു, ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ തിടമ്പേന്തിയ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പ് ശിരസാ വഹിച്ച രാമൻ, ശിരസിലേറ്റിയ രാമൻ. പിന്നാലെ അതാ ചെമ്പൂക്കാവ് ദേവസ്വം അണിയിച്ച ആ ഒരു പൊന്നാട ഏന്തിക്കൊണ്ട് പിന്നിൽ 2 ആളുകളുണ്ട്. അവരെയും വഹിച്ചു കൊണ്ട് വെഞ്ചാമരമുണ്ട് സൈഡിൽ. നേരത്തെ രാമന്റെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു എന്നറിയാം. അടുത്തുള്ള ഒരു എൻട്രി അറിയണ്ടേ? എന്തായാലും പിന്നെ ഞാൻ ആ മുന്നിൽ പോയി കണ്ടപ്പോഴാണ് രാമൻ വരുന്നതിന് മുൻപാണ് വെഞ്ചാമരം വന്നത്. സാധാരണ ഈ ഒരു ഗജവീരന്മാരുടെ പുറത്ത് കയറിയിട്ടാണ് വെഞ്ചാമരം വീശുന്നത്. പക്ഷേ രാമന്റെ എൻട്രി മരണമാസ എൻട്രി ആണ്. അതെ, ഒരു സിനിമാ താരങ്ങളൊക്കെ വലുത്. സിനിമാ താരങ്ങളൊന്നും ഒന്നുമല്ല രാമന്റെ മുന്നിൽ എന്ന് തോന്നിപ്പോവും. അമ്മാതിരി ജനങ്ങളാണ്. കഴിഞ്ഞ ദിവസം സുനിൽകുമാറും വ്യക്തമാക്കിയതാണല്ലോ. ഇപ്പോഴെങ്ങാനും മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് വന്നു കഴിഞ്ഞാലും ആരും ചിലപ്പോ തിരിഞ്ഞു നോക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. സിനിമാ താരങ്ങൾ പെട്ടുപോകും. കാരണം എവിടെ ഞങ്ങൾക്കുണ്ടായിരുന്ന ആരാധകരെവിടെ? അവരൊക്കെ രാമനെ കാണാൻ പോയി. രാമൻ ഇതാ വീണ്ടും അകത്തേക്ക് അവിടെ ആ ഒരു തെക്കേ ഗോപുര നടയുടെ വാതിലിന് മുൻപിലേക്ക് എത്തുകയാണ്. ആ ഗോപുര നടയുടെ മുൻപിലേക്ക് എത്തുകയാണ് രാമൻ. അവിടെ രാമൻ വീണ്ടും പതിയെ മന്ദം കയറുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾക്ക് കാണാം, പൂരമാണ് ലഹരി, ഉത്സവമാണ് ലഹരി, തൃശ്ശൂരിലെ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ തെക്കേ ഗോപുര നട അലങ്കരിച്ചിട്ടുള്ള ആ പുഷ്പങ്ങൾ അല്ലേ, ആ ഒരു പൂക്കളാൽ അലങ്കരിച്ച ആ ഒരു ഭാഗത്ത് നിന്നും പതിയെ ചെമ്പൂക്കാവ് ഭഗവതിയുടെ ആ ഒരു തിടമ്പ് താഴ്ത്തിക്കൊണ്ട് അതാ